നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതം ദൈവത്തിന് എത്ര സുഗ്രാഹ്യമായിരിക്കണം എന്നതിനെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടാകുവാൻ ഈ വാക്യങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇവിടെ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു വാക്ക് മലയാളത്തിൽ കൃത്യമായിട്ടില്ല. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട്. ഇംഗ്ലീഷിൽ അത് തുടങ്ങുന്നത് therefore എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ. അതുകൊണ്ട് എന്ന് പറഞ്ഞ ഒരു വാക്യം തുടങ്ങുമ്പോൾ നമുക്കറിയാം അതിന്റെ അർത്ഥം. അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അതിന്റെ ഏറെ പ്രസക്തമായ കാര്യങ്ങളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിലുള്ള എല്ലാ ഭാഗങ്ങളും ചേർത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭാഗത്തെ ശരിയായിട്ട് ഗ്രഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാനതിലൊരു പാരഫ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു തർജ്ജിമ വായിക്കാനായിട്ട് പരിശ്രമിക്കാം. പല ഭാഗങ്ങളിൽ നിന്ന് ഞാൻ പല വേർഷൻസ് നോക്കിയിട്ട് ഏകദേശം ഉണ്ടാക്കിയെടുത്ത ഒരു തർജ്ജിമയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് മലയാളത്തിലില്ലാത്ത വാക്യമാണ്. സഹോദരന്മാരെ, ദൈവം നിങ്ങളോട് കാട്ടിയ മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ. ദൈവത്തിന്റെ മനസ്സലിവ് എന്നതിനേക്കാൾ ഉപരി കുറെ കൂടെ കൃത്യതയോടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത്, ദൈവം നിങ്ങളോട് കാട്ടിയ മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ. അല്ല, ദൈവത്തിന്റെ മനസ്സലിവ് എന്നുള്ളതല്ല, ദൈവം നമ്മളോട് കാണിച്ചു തന്ന. അപ്പോൾ ഒരു പ്രത്യേകമായ ഒരു കാര്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്നാൽ, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ഒരു ജീവനുള്ള വിശുദ്ധയാഗമായി ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ സമർപ്പിക്കുവിൻ. അതാണ് ബുദ്ധിയുള്ള, വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യമായ ആരാധന. എന്നിട്ട് 2-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ കാലഘട്ടത്തോട്, ഈ ലോകത്തിന് എന്ന വാക്യത്തെക്കാൾ കുറെ കൂടെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തോട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രീക്ക് ഭാഷാന്തരത്തിൽ ശരിക്കും ലോകം എന്ന വാക്ക് തന്നെയല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തോട് സദൃശ്യരാവാതെ ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതം, അത് നന്മയാണ്, ദൈവപ്രസാദമുള്ളതാണ്. അത് തിരിച്ചറിയേണ്ടതിന് മനസ്സിനെ ഒരു സമൂല ശുദ്ധീകരണം നടത്തി രൂപാന്തരപ്പെടുത്തുവിൻ. ഞാൻ കുറച്ചുകൂടെ പാരഫ്രൈസ്ഡായിട്ട് പറഞ്ഞതാണ്. ഇതിന്റെ വേർഡ് സ്റ്റഡി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ വളരെ ക്രമാനുഗതമായ ടീച്ചിങ് ആണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റോമാലേഖനത്തിലുള്ള പ്രത്യേകത അതാണ്. വളരെ ക്രമാനുഗതമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. ബാക്കിയുള്ള ലേഖനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ലേഖനങ്ങൾ എന്ന് വിളിക്കുന്നതിനേക്കാൾ കുറെ കൂടെ നല്ലത് അത് കത്തുകൾ എന്ന് വിളിക്കുന്നതാണ്. അവിടെ പൗലോസ് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നാണ്, അല്ല തലയിൽ നിന്ന് പോലുമല്ല. ഓരോരുത്തരും അവനോട് ആവശ്യപ്പെട്ടതായ കാര്യങ്ങളുടെ കൃത്യമായ വിശദീകരണം, അല്ലെങ്കിൽ കൊരിന്ത്യ സഭയ്ക്കുള്ള ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയൊന്നുമല്ല. അവര് പൗലോസിനോട് ചോദിച്ചതായ ചില കാര്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് ഒരു കത്ത്. എന്നാൽ റോമാലേഖനം അങ്ങനെയല്ല. റോമാലേഖനം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഒരു സബ്ജക്റ്റ് പറഞ്ഞിരിക്കുകയാണ്, എന്നിട്ട് അതിന്റെ പ്രതികരണം എന്ന നിലയിലാണ് അടുത്ത വാക്യം വരുന്നത്. അതുവരെ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകും ദൈവം മനുഷ്യവർഗത്തോട് എത്രയധികം മനസ്സലിവ് കാണിച്ചു എന്നുള്ളതാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ കാര്യമാണ്, ദൈവം മനസ്സലിവ് കാണിച്ചു. അതുകൊണ്ട്
ദൈവം നിങ്ങളോട് കാട്ടിയ മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട്. അപ്പോൾ 11 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യനോട് കാണിച്ച മനസ്സലിവ് എന്നുള്ള നിലയിലാണ്. അതിന്റെ 11 അധ്യായത്തിന്റെ 30 വാക്യത്തിൽ നമ്മൾ അവിടെ കാണുന്നത്, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിനും അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കും. അതായത് യഹൂദൻ ദൈവസന്നിധിയിൽ പ്രവേശിക്കണമെങ്കിൽ അവന് ദൈവത്തിന്റെ കരുണ വേണം. യഹൂദനല്ലാത്ത ജാതി ദൈവസന്നിധിയിലേക്ക് വരണമെങ്കിൽ അവനും ദൈവത്തിന്റെ കരുണ വേണം. രണ്ടു കൂട്ടർക്കും ഒന്നുപോലെ ദൈവത്തിന്റെ കരുണ ആവശ്യമാണ്. ദൈവത്തിന്റെ കരുണ കൂടാതെ ആർക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ മനസ്സലിവ് ആവശ്യമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും 32 വാക്യത്തിൽ ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. ദൈവത്തിന്റെ കരുണ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയും, നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മര്യാദ പാപിയും ലോകത്തിലില്ല. ചില ആളുകൾ പറയാറുണ്ട്, എന്താണ്, ഞാനൊരു മര്യാദ പാപിയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുകാരുന്നു. അങ്ങനൊരു പാപിയില്ല. മര്യാദ പാപി. എന്തോ മര്യാദ പാപി? പാപിക്ക് എന്നാ മര്യാദ? എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ്. പാപിക്ക് എന്താ മര്യാദ? അവന് മര്യാദയില്ല. മര്യാദ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ഇത് പറയുന്നതിന്റെ കാര്യം പറയുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ? ഞാനൊരു മര്യാദ പാപി ആയിരുന്നു ഒരുത്തം പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കരുണ അത്ര ഒന്നും ഇല്ലെങ്കിലും അതത്രയും ഒത്തിരി വേണ്ടുന്ന ഒത്തിരി പേരൊക്കെ എന്റെ ചുറ്റുപാടുമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനൊന്നും അല്ലായിരുന്നു. ദൈവത്തിന്റെ കരുണ അത്രയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നെന്നുള്ള ഒരു അഹങ്കാരത്തിൽ നിന്നാണ് ഒരുത്തൻ പറയുന്നത് ഞാനൊരു മര്യാദ പാപിയായിരുന്നെന്ന്. ഒരു മര്യാദ പാപി എന്ന് ആരെയെങ്കിലും ഒരാളെ വിളിക്കാമെങ്കിൽ എന്റെ നോട്ടത്തിൽ അത് പൗലോസിനെയാണ്. കാര്യം പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്നത് ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനിന്യൻ എന്നാണ്. അതായത് എന്റെ മുഖത്ത് നോക്കി ഒറ്റ വ്യക്തിയും പറഞ്ഞിട്ടില്ല നീ ന്യായപ്രമാണത്തിലെ ഇന്ന കാര്യം തെറ്റിച്ചിട്ടില്ലേടാ എന്ന്. ആ പൗലോസ് സ്വയം വിളിക്കുന്നത് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പൊ പിന്നെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? നമുക്ക് എങ്ങനെയാണ് ഞാനൊരു മര്യാദ പാപി എന്ന് പറയാനായിട്ട് കാര്യം? ലോകത്തിലെ സകല മനുഷ്യരും ദൈവത്തിന്റെ കരുണ ആവശ്യമുള്ള പാപികളാണ്. രക്ഷിക്കപ്പെടാത്ത ഹിന്ദുവിനും രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനിക്കും രക്ഷിക്കപ്പെടാത്ത പെന്തിക്കോസുകാരനും ദൈവത്തിന്റെ കരുണയുണ്ടല്ലേ പറ്റുള്ളൂ. പെന്തിക്കോസുകാരനായതുകൊണ്ടും കാര്യമില്ല. എല്ലാവർക്കും ദൈവത്തിന്റെ കരുണ വേണം. ഈ കാലയളവിൽ എന്നെ വളരെയേറെ വേദനിപ്പിക്കുന്നതായ, എനിക്ക് ബേർഡൻ തരുന്നതായ ഒരു കാര്യമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ കുമ്മനാട് ഹെബ്രോനിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞതാണ്, പണ്ടൊക്കെ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സീനിയർ ആയിട്ടുള്ള ദേവദാസനോട് സംസാരിച്ച കൂട്ടത്തിൽ അതൊക്കെ ഞാൻ പറഞ്ഞു, വെച്ചാൽ എനിക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളെ കുറിച്ച് മനസ്സിൽ തീർച്ചയായിട്ടും ബേർഡനുണ്ട്. തന്നെയല്ല, നോർത്ത് ആഫ്രിക്കയിലെ മുസ്ലിം രാജ്യങ്ങളെക്കുറിച്ച് ദൈവം എനിക്കൊരു ബേർഡൻ തന്നിട്ടുണ്ട്. അതുപോലെയൊക്കെയുള്ള ഒരു ബേർഡൻ എനിക്ക് രക്ഷിക്കപ്പെടാത്ത സമുദായക്കാരായ ആളുകളെ കുറിച്ചുമുണ്ട്, എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ. അങ്ങനെ രക്ഷിക്കപ്പെടാത്ത ഈ ജനങ്ങളെക്കുറിച്ചുള്ള ബേർഡൻ എനിക്കുണ്ടായിരിക്കെ മറ്റൊരു ഗ്രൂപ്പിനെ കുറിച്ച് ഞാനവിടെ പറയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഈ മംഗോൾസ്, ചൈനക്കാരും അതുപോലെയുള്ള മംഗോൾസ്. ലോകത്തിന്റെ ജനസംഖ്യയുടെ 1/5 മംഗോൾസ് ആണ്. അവരിൽ നല്ലൊരു ശതമാനവും രക്ഷിക്കപ്പെട്ടവരല്ല. കൊറിയയിലോ മറ്റോ കുറച്ച് പേരുണ്ടെന്നുള്ളതേ ഉള്ളൂ. അവരെക്കുറിച്ച് ശരിക്കും ഒരു ബേർഡൻ കർത്താവ് തന്നിട്ടുണ്ട്. സമുദായക്കാരെ കുറിച്ചുമുണ്ട്. കാര്യം ഇവർ രക്ഷിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് അവര് നിത്യനാശത്തിന് അധീനരാണെന്നുള്ള ബോധ്യമുണ്ട്. എന്നാൽ അതേ ഭാരം ഈ കാലയളവിൽ കർത്താവ് എനിക്ക് മറ്റൊരു ഗ്രൂപ്പിനെ കുറിച്ച് തന്നിട്ടുണ്ട്. അത് രക്ഷിക്കപ്പെടാത്ത പെന്തിക്കോസ്ത് തലമുറയെക്കുറിച്ചാണ്. ഈ കാലയളവിലെ ഇന്നത്തെ പെന്തിക്കോസ്തുകാരന്റെ ആവശ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇവാഞ്ചലൈസിങ് ദ പെന്തിക്കോസ്റ്റൽസ് എന്നാ. സമുദായക്കാരുടെ അടുത്ത് പണ്ട് നമ്മൾ എന്ന് പറയുമായിരുന്നു, നീ രക്ഷിക്കപ്പെടണം എന്ന്. അവരെ സുവിശേഷീകരിക്കാൻ നോക്കുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ചു ചോദിക്കാറുണ്ട്, എടാ ഇവിടെ എത്രയോ ജാതികളുണ്ട്, അവനെ പോയി രക്ഷിക്കപ്പെടുത്താൻ നോക്ക്. ഈ മാമോദിസ വെള്ളം വീണ ഞങ്ങളെയാണോ നീ രക്ഷിക്കാൻ നോക്കുന്നത്? എന്നാൽ നമ്മളവരോട് എന്താ പറഞ്ഞിട്ടിരുന്നത്? എടാ മാമോദിസ വെള്ളം വീണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ? നീ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ചങ്കത്ത് കൈവച്ച് നിനക്ക് പറയാൻ പറ്റുമോ, ദേ എൻ്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് അവന്റെ വചനത്തെ സ്വീകരിക്കുന്നുണ്ട്, ഞാൻ ദൈവപൈതലാണെന്നുള്ള ഉറപ്പ് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തരുന്നുണ്ടെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അതൊക്കെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിന്നെ സുവിശേഷീകരിക്കാനായിട്ട് വന്നത്.
നീ മാമോദീസ മുങ്ങിയവനാണെങ്കിലും രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുത്ത് വരും, ഞങ്ങൾ നിന്നെ സുവിശേഷീകരിക്കും. അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതേ ചോദ്യം ഇന്നത്തെ പെന്തിക്കോസുകാരനെ കുറിച്ച് ഞാൻ ചോദിക്കുക. നമ്മുടെ തലമുറയിൽ എത്ര കുഞ്ഞുങ്ങൾക്ക് യേശു കർത്താവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്? സഭായോഗത്തിന് വരുന്നുണ്ടെന്നൊന്നുമല്ല ഞാൻ ചോദിച്ചത്, സ്നാനപ്പെട്ടോന്ന് പോലുമല്ല. വ്യക്തിപരമായ ഒരു റിലേഷൻ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേർക്കുണ്ട്? കുഞ്ഞുങ്ങളിലും വലിയവരിലും ഇല്ലാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത സമുദായക്കാരൻ മാത്രമല്ല, രക്ഷിക്കപ്പെടാത്ത പെന്തിക്കോസുകാരനെ കുറിച്ച് നമുക്ക് ബേർഡൻ ഉണ്ടായാലേ പറ്റുള്ളൂ. അവനും ദൈവത്തിന്റെ കരുണ ആവശ്യമുള്ള ഒരു തലമുറയായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പെന്തിക്കോസ്തുകാരുടെ, പെന്തിക്കോസ് സഭയുടെ ഒരു മുഖ്യ അജണ്ടയായിട്ട് മാറേണ്ടിയിരിക്കുന്നു എന്ത്? മാനസാന്തരപ്പെടാത്ത പുതിയ തലമുറയെ സുവിശേഷീകരിക്കുക എന്നുള്ളത്. പക്ഷെ ഒരു മാനസാന്തര പ്രസംഗം നമ്മൾ കേട്ടിട്ട് എത്ര കാലമായി? സഭായോഗത്തിനൊരു മാനസാന്തര പ്രസംഗം ആരെങ്കിലും പ്രസംഗിച്ചാൽ പറയും, ഇവൻ എന്നെ സ്ഥലകാലബോധമില്ലാതെ ഇവിടെ വന്നത്, അതും ഇതൊക്കെ പറയുന്നത്. ഇതുപോലെ പരസ്യത്തിന് പ്രസംഗിക്കേണ്ടത് എന്തോ സഭായോഗത്തിനൊന്ന് പറയുന്നത് അല്ലേ? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, വേദപുസ്തകത്തിലെ മാനസാന്തര പ്രസംഗങ്ങളുടെ 90% സഭയോടാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും. അതുകൊണ്ട് എന്താ, രക്ഷിക്കപ്പെടാത്ത ഒരു തലമുറയായി നമ്മുടെ പുതിയ തലമുറ ഏതാണ്ട് മൊത്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പല സ്ഥലത്ത് ഷെയർ ചെയ്ത എൻ്റെ ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ അടുത്ത സമയത്ത് ഞാനൊരു വ്യക്തിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, 2 പിള്ളേരുടെ അപ്പനാ, പെന്തിക്കോസ് ജനിച്ചു വളർന്നതാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പുള്ളി എന്നോട് ചോദിക്കുക, അപ്പോൾ അച്ഛാ ഈ മഗ്ദലക്കാരത്തി മറിയ അല്ലയോ അപ്പൊ യേശുവിൻ്റെ അമ്മ? അയ്യോ, ഞാൻ ചിന്തിച്ചത് അങ്ങനെയാന്ന്. ഇത് കേട്ട ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടിപ്പോയിന് നിങ്ങൾ കുറ്റം പറയൂ? എനിക്ക് ആ വീടറിയാം. വായിച്ചു പ്രാർത്ഥനയുള്ള വീടാ. എല്ലാ ദിവസവും വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള വീടാണ്. പക്ഷെ കുടുംബ പ്രാർത്ഥനയിൽ അപ്പനും അമ്മയും വേദോസം വായിക്കും, അവരവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പോഴത്തെ പിള്ളേരല്ലല്ലോ. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു യൂത്ത് ക്യാമ്പിന് പോയപ്പോൾ ഒരു ചെറുക്കൻ ഇങ്ങനെ ഇരിക്കുക. ഞാൻ എന്ത് ചോദിക്കും, ശ്രദ്ധയോടിരിക്കുകയാണെന്ന്. അതല്ല, പോക്കറ്റിൽ ഐപോഡ് കിടപ്പുണ്ട്, അതിനകത്തൂടെ വയറിട്ട് എന്താണ് ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്, ഇയർഫോൺ വെച്ചിട്ടുണ്ട്, അതും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കാണാതിരിക്കാൻ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള വേദന എത്ര അധികമായി നമുക്ക് ഉണ്ടാകണമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊന്നും അറിയാതെ അല്ലേ നമ്മളിവിടെ വന്ന് കൊട്ടിപ്പാടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മുടെ ഒരു റിയൽ ബേർഡനായി വന്നിരിക്കേണ്ട ഒരു കാര്യമാണ് രക്ഷിക്കപ്പെടാത്ത പെന്തിക്കോസ് തലമുറ എന്ന് പറയുന്നത്. അതുകൊണ്ട് കരുണ ആർക്കൊക്കെ വേണം? യഹൂദന് വേണം, ജാതികൾക്ക് വേണം, സമുദായക്കാരന് വേണം, പെന്തിക്കോസുകാരനും വേണം, എല്ലാവർക്കും വേണം. അവന്റെ മനസ്സലിവ്. അവിടെ പൗലോസ് പറയുന്നത്, കർത്താവ് നമ്മോട് കാണിച്ച മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളോട് മനസ്സലിവ് കാണിച്ചു. എങ്ങനെയാണ് കാണിച്ചത്? പല രീതിയിലാണ്. മനസ്സലിവ് എന്നുള്ള വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്ലൂറലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സലിവുകൾ എന്നാണ് ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഞാനതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദീകരിക്കാം. എന്നാൽ പൗലോസ് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. അവൻ മനസ്സലിവ് കാണിച്ചു. ഇപ്പോൾ ആ മനസ്സലിവിനെ ഓർപ്പിച്ച് നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുന്നത്, അതിന് പകരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മളോട് കാണിച്ച മനസ്സലിവിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ പറയുന്നത് സ്വോത്രാഴ്ച ഇടാമെന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സഭായോഗത്തിന് വന്ന് ഇരുന്ന് കൊടുക്കാമെന്ന, അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കാശ് കൊടുക്കാമെന്ന. എന്നാൽ പൗലോസ് പറയാണ്, ഇതുകൊണ്ടൊന്നും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. തന്നെയല്ല, ഇതൊന്നും ദൈവത്തിന് പകരം കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. 11-ാം അധ്യായത്തിന്റെ 33 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാര്? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. എന്താ അതിന്റെ അർത്ഥം? എന്തെങ്കിലും ഒരു കാര്യം കൊടുത്ത് ദൈവം നമ്മോട് മനസ്സലിവ് കാണിച്ചതിന് പകരം കൊടുക്കാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല എന്നാണ് പറയുന്നത്. പണം കൊടുത്തോ, ധനം കൊടുത്തോ, വസ്തുക്കൾ കൊടുത്തോ ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവിന് പകരം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് വളരെ അറിയാവുന്ന ഒരു പാസേജാണ്. ദാവീദ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ 29-ാം അധ്യായത്തിൽ അതിന്റെ 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ, എന്റെ ജനവും എന്തുള്ളൂ
സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളും ആകുന്നു. നോക്കുക, ഇവിടെ ദാവീദ് ദേവാലയത്തിന്റെ വേലയ്ക്കായി ആവശ്യമായ 7-ാം വാക്യത്തിൽ 5000 താലന്ത് പൊന്നും 10,000 തങ്കക്കാശും 10,000 താലന്ത് വെള്ളിയും 18,000 താലന്ത് താമ്രവും 6,000 താലന്ത് ഇരുമ്പും ജനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇതെത്ര പണം വരുമെന്ന് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇറ്റ് ഈസ് ക്രോഴ്സ് ആൻഡ് ക്രോഴ്സ് ആൻഡ് ക്രോഴ്സ്, അല്ലാതെ ലക്ഷങ്ങളൊന്നുമല്ല. നമുക്കൊക്കെ ഒരു സ്വപ്നം കാണാൻ വയ്യാത്തത്രയും പണം അല്ലെങ്കിൽ ധനം ഇസ്രായേൽ മക്കൾ കൊടുത്തു കഴിഞ്ഞിട്ട് ദാവീദ് അതിനെക്കുറിച്ച് പറയുകയാണ്, ദൈവമേ ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയാണ് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് തരുന്നെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഞങ്ങൾ നിനക്ക് പകരം തന്നതല്ല. നമ്മളുടെ പണം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് ദൈവം നമ്മളോട് കാണിച്ച മനസ്സലിവിന് പകരമല്ല. എന്റെ പണമെന്ന് പറയാൻ തന്നെ എനിക്ക് പറ്റത്തില്ലല്ലോ. എന്റെ പണമെന്ന് നമ്മള് യേശുവിനെ കർത്താവാക്കി കഴിഞ്ഞാൽ, ഞാനതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്, യേശുവിനെ കർത്താവാക്കി കഴിഞ്ഞാൽ നമ്മൾ അവന്റെ അടിമയാണ്. നമ്മൾ എവിടുന്ന് ഇത് കൊണ്ടുവന്നത്? ഞാൻ ഉണ്ടാക്കിയ പണമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ പണത്തെക്കുറിച്ച് നമുക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ഞാൻ ഉണ്ടാക്കിയ പണം. ഒരു പനി വന്നാൽ തീർന്നു പോകുന്നതേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കിയ പണമല്ല, അത്രേ ഉള്ളൂ. ദൈവം അത് പഠിപ്പിക്കാനായിട്ട് പല സമയത്തും പല കാര്യങ്ങളും ചെയ്യും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അബ്രഹാമിന്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. നമുക്കറിയാവുന്ന പല കാര്യങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതിനകത്ത് ഒരു കാര്യം, അബ്രഹാം ഹാരാൻ വിട്ടു പോകുമ്പോൾ, കനാനിലേക്ക് പോകുമ്പോൾ, അവൻ സകല സമ്പത്തുമായിട്ടാണ് കനാനിലേക്ക് പ്രവേശിക്കുന്നത്. അവൻ ഉണ്ടായിരുന്ന സകല സമ്പത്തും കൊണ്ടാണ്. എന്താ അവൻ സകല സമ്പത്തും കൊണ്ട് പോകാൻ കാര്യം? ഒരു പുതിയ ദേശമല്ലേ, ജീവിക്കണ്ടേ, ഇച്ചിരി പൈസ കയ്യിലിരിക്കട്ടെ. അവൻ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച സകല സമ്പത്തുക്കളും ധനവും, അവിടെ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്, ധനവും ആളുകളെയും കൊണ്ട് അവൻ കനാനിലേക്ക് പോയി. ദൈവം അവനോട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞതാണ്. അവനോട് ദൈവം എന്താ പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവിടെ എഴുതിയിരിക്കുന്ന 5-ാമത്തെ വാക്യത്തിൽ, അബ്രാം തന്റെ ഭാര്യയായ സാറായിയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്ത് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്തെത്തി. എന്താ അതിന്റെ അർത്ഥം? എല്ലാ പണവും കൊണ്ടാണ് അവൻ അവിടെ ചെന്നത്, വിത്ത് ഓൾ മണി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. 10-ാം വാക്യത്തിൽ, ദേശത്ത് ക്ഷാമം ഉണ്ടായി, ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നുകൊണ്ട് അബ്രാം മിസ്രയീം ദേശത്ത് ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. അതായത് ദൈവം അബ്രഹാമിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവൻ പൈസായും കൊണ്ട് പോകാൻ. ഒന്നുമില്ലാത്തവനായിട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ ഇവൻ അവിടെ ചെന്നാ ജീവിക്കണമല്ലോ എന്ന് വെച്ച് കാശും കൊണ്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? ഒരു ക്ഷാമം വന്നു, ഫിനിഷ്. ഇവൻ കൊണ്ടുവന്ന സകല പൈസായും തീർന്നു. ഞാനതാ പറഞ്ഞത്, നമ്മൾ എത്ര സമ്പാദിച്ചു കൂട്ടിയാലും എവിടുന്നെല്ലാം എന്തെല്ലാം ഉണ്ടാക്കിയാലും ഒരു ചെറിയ ക്ഷാമം കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ നിന്റെ ഏത് പൈസായും. സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു.
നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ നീ മാറ്റേണമേ, മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു.